ഭർത്താവായ ഫെലിക്സിന്റെ അപ്രതീക്ഷിതമായ ഒരു നിഗൂഢമായ മരണത്തിന് ശേഷം അയാളുടെ ചിതാഭസ്മം എടുത്ത് അവസാന കർമ്മങ്ങൾ ചെയ്യാനായി ഗ്രീക്കിലുള്ള അവൻ ജനിച്ചു വളർന്ന ഒരു ദ്വീപിലേക്ക് ഡയാന പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തുന്ന ഡയാന ഭർത്താവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢതകൾ തിരിച്ചറിയാണ്. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു എവിളായ എന്ന ഒരു വിചിത്രമായ ആചാരത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ദ ഐ എന്ന് പറഞ്ഞ 2023 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ മൂവി നോക്കാം. ത്രില്ലർ മൂവിയാണ്. ഇഷ്ടപ്പെടുന്നു വിചാരിക്കാൻ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നായികയായിട്ടുള്ള ഡയാനയെയും അവളുടെ ഭർത്താവായിട്ടുള്ള ഫെലിക്സിനെയും കാണിക്കുന്നുണ്ട്. തന്റെ ഭർത്താവായിട്ടുള്ള ഫെലിക്സിന്റെ കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഡയാന ജീവിക്കുന്നത്. ഡയാന ഒരു ഇന്ത്യൻ പെൺകുട്ടിയാണ്. പിന്നീട് യൂറോപ്പിലേക്ക് പോയി ഫെലിക്സിനുമായി പ്രണയത്തിലായി ഒരു വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു സമയത്ത് രണ്ടുപേരും ഹണിമൂണിനായി ഒരു ക്രൂസ് കപ്പലിലാണ് താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഡയാന അവളുടെ വെഡിങ് റിംഗ് കാണാനില്ലാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സ് മോതിരം തിരയാൻ സമ്മതിക്കാതെ അവൾ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഞാനല്ല ആ ഒരു മോതിരം നിനക്ക് ഇട്ടെന്നത്, പിന്നെ നീ എന്തിനാ എന്നെ നോക്കാതെ ആ ഒരു മോതിരം തപ്പി നടക്കുന്നേന്ന് ചോദിച്ചിട്ട് അവൻ അവന്റെ കയ്യിലേക്കൊന്ന് ഊതാനായിട്ട് ഡയാനയോട് പറയുന്നുണ്ട്. ഡയാനയും അവന്റെ കയ്യിലേക്ക് ഊതിയതും അവൻ ആ ഒരു മോതിരം കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. എടാ, അപ്പൊ ആ ഒരു മോതിരം നിന്റെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് ഇത്ര നേരം നീ എന്നെ കൊണ്ട് തെരയിപ്പിച്ചതെന്ന് പറഞ്ഞ് നല്ല സ്വീറ്റ് ആയിട്ട് അവള് വഴക്കിടുന്നുണ്ട്. അവര് ഭയങ്കര സന്തോഷത്തോടുകൂടി അവിടെ സമയം ചെലവഴിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പൊ പുറത്തു നിന്ന് ആരോ കഥകില് തട്ടിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ടൈം കഴിഞ്ഞു, നിങ്ങൾക്കായി ബോട്ട് പുറത്ത് വന്നിട്ടുണ്ട്, പോകാൻ റെഡി ആയിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട ഡയാനയും റൂമിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് വരുന്നത് ഡയാന മാത്രമായിരുന്നു. അവളുടെ കൂടെ ഫെലിക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫെലിക്സ് ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഡയാന ഇപ്പോ ഫെലിക്സുമായിട്ട് പോയ സ്ഥലങ്ങളിലെല്ലാം സമയം ചെലവഴിക്കാനായി അയാളുടെ ചിതാഭസ്മം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ക്രൂസിൽ പോയ ഓർമ്മകൾ പുതുക്കിയതിനു ശേഷം അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കടലോര പ്രദേശമായിരുന്നു അത്. അവൾ ആ ഒരു ഗ്രാമത്തിലേക്ക് ബസ് പിടിച്ചിട്ടാണ് പോകുന്നത്. തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് സംസാരിച്ചതെല്ലാം അവൾ ഒരു ടാപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഡയാന ആ ഒരു റെക്കോർഡ് എടുത്ത് കേൾക്കുമായിരുന്നു. ഇപ്പൊ ബസ്സിൽ വെച്ചിട്ടും അവൾ അത് കേട്ടുകൊണ്ടാണ് പോകുന്നത്. അവിടെ സീൻ കട്ട് ചെയ്താല് ആ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ വീടാണ് കാണിക്കുന്നത്. അവിടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ ഡയാന താമസിക്കാനായിട്ട് വന്നിട്ടുള്ളത്. തന്റെ ഭർത്താവിനായിട്ട് വന്ന സമയത്തും അവൾ ആ ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പെട്ടെന്ന് ഒരു വയസ്സായ മുത്തശ്ശി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ഡയാനയോട് ആരാ എന്ന് ചോദിക്കാണ്. ഡയാന അപ്പോ എന്നെ മനസ്സിലായില്ലേ, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ താമസിക്കാനായിട്ട് വരാറുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ റൂം വേണം, ഹോം സ്റ്റേ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഇവിടെ അവൈലബിൾ ആണെന്നും പറഞ്ഞു മുത്തശ്ശി ഡയാനയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. മുത്തശ്ശി ഡയാനയോട് നിന്റെ ഭർത്താവ് കൂടെ വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കാണ് വന്നതെന്ന് ഡയാനയും മറുപടി പറയാണ്. അതേ വീട്ടിൽ തന്നെ കസാരയില് തളർന്നിരിക്കുന്ന ഒരു മുത്തശ്ശനെയും ഡയാന കാണുന്നുണ്ട്. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇതിനു മുന്നേ ഡയാന അവിടെ വന്ന സമയത്ത് ആ ഒരു മുത്തശ്ശൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ആകെ തളർന്ന് കസാരയിൽ ഇരിപ്പാണ്. ഒന്ന് നടക്കാൻ പോലും ആൾക്ക് പറ്റില്ലായിരുന്നു. ആള് നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു. മുത്തശ്ശനെ കണ്ട ഡയാനയും അയാളുടെ അടുത്തേക്ക് മുത്തശ്ശന് സുഖാണോ എന്ന് ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഡയാനയെ കണ്ട ആ ഒരു മുത്തശ്ശന്റെ കൈകള് ചെറുതായിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. മുത്തശ്ശൻ അപ്പോൾ ഡയാനയുടെ കയ്യിൽ കയറി പിടിക്കാണ്. ആ സമയത്ത് മുത്തശ്ശി വന്ന് അത് തടഞ്ഞ് ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുത്തശ്ശൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഒന്നും വിചാരിക്കല്ലേ എന്ന് പറഞ്ഞ് ഡയാനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് താമസിക്കാനുള്ള ആ ഒരു റൂം കാട്ടിക്കൊടുക്കാണ്. ഡയാന ആ ഒരു റൂമിൽ എത്തിയതും ആ റൂം മുഴുവനായിട്ട് അവൾ ചുറ്റും നോക്കുന്നുണ്ട്. അവളുടെ ഭർത്താവിന്റെ കൂടെ ചെലവഴിച്ച സമയങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓർമ്മകളായിട്ട് വരാണ്. ഈ സമയം താഴെ നിൽക്കുന്ന ആ ഒരു മുത്തശ്ശി കുറച്ചൊന്ന് മദ്യമിച്ചതിന് ശേഷം ഇവള് വീണ്ടും തിരിച്ചു വന്നല്ലോ, ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് പറഞ്ഞ് മുഖം മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. കുറച്ചു നേരം കഴിഞ്ഞതും ഡയാന ആ ഒരു ടാപ്പ് റെക്കോർഡർ എടുത്ത് ഭർത്താവിന്റെ സംസാരം കേട്ട് കിടന്നുറങ്ങുന്നുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയത്ത് അവളുടെ മേൽ ആരോ കൈ വെക്കുന്നതായി അവൾക്ക് തോന്നാണ്. രാവിലെയും ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുഖത്ത് ഒരു കൈ ഇരിക്കുന്നതായി തോന്നിയ അവള് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ ഒരു പയ്യന്റെ പേര് പീറ്റർ എന്നായിരുന്നു. ഞെട്ടിക്കൊണ്ട് ഡയാന ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേന്ന്? ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത്, ഇപ്പൊ വീട്ടില് പുതിയ ആളുകൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു, അതാണ് ഞാൻ കാണാനായിട്ട് വന്നത്. എന്റെ പേര് പീറ്റർ എന്നാണെന്ന് അവൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഡയാനയോ അവനോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നപ്പോ നിന്നെ കണ്ടിട്ടില്ലല്ലോ, നീ അപ്പൊ എവിടെ ആയിരുന്നു എന്ന് അവനോട് ഡയാന ചോദിക്കാണ്. അവനും പറയാണ്, കഴിഞ്ഞ വർഷം നീയും നിന്റെ ഭർത്താവ് ഇവിടെ വന്ന സമയത്ത് ഞാൻ ലണ്ടനിലായിരുന്നു. ഇതെന്റെ മുത്തശ്ശിയുടെ വീടാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തീരെ സുഖമില്ലാതായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ അടുത്തൊരു സ്കൂളില് ഞാൻ പഠിക്കുന്നുണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ അവൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഒരു ഡാൻസ് സ്റ്റെപ്പ് കളിച്ചു കാണിക്കുന്നുമുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഡയാന പല്ല് തേക്കാനായി ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ബാത്റൂമിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ റോഡ് കാണാമായിരുന്നു. അവിടെ ദുരൂഹത നിറഞ്ഞ ഒരു വ്യക്തി നിന്ന് ഡയാനയെ തന്നെ നോക്കി നിൽക്കുന്ന
നിൽക്കുന്നുണ്ട്. അവൾക്ക് അത് കണ്ടിട്ട് പേടിയാവാണ്. ഫ്രഷ് ആയി പുറത്തേക്ക് വരുന്ന സമയത്ത് അവളുടെ റൂമിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നതായി അവൾക്ക് കാണുന്നുണ്ട്. ഇടയ്ക്ക് ഡയാനക്ക് ഇങ്ങനെ തന്നെയാണ്. അവൾ വെള്ളത്തിൽ നിൽക്കുന്നതായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായും ഒക്കെ അവൾക്ക് തോന്നാറുണ്ടായിരുന്നു. സത്യത്തില് ഇത് അവളുടെ വെറും തോന്നല് മാത്രമായിരുന്നു. ഇതിന്റെ ഒരു കാരണം അവളുടെ ഭർത്താവായിട്ടുള്ള ഫെലിക്സും കൂടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം. താഴെ വന്ന ഒരു മുത്തശ്ശിയോട് ഞാൻ പുറത്തേക്ക് പോകാണ്, വൈകുന്നേരം തിരിച്ചെത്തുള്ളൂ എന്നും പറഞ്ഞ് ഡയാന പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കുറച്ചങ്ങ് നടന്നപ്പോ ഒരു ആട്ടിൻകുട്ടി ഓടിപ്പോകുന്നതായിട്ട് ഡയാന ശ്രദ്ധിക്കാണ്. ഒരു വയസ്സായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ആ ഒരു ആട്ടിൻകുട്ടി ഓടിപ്പോയത്. ആ വയസ്സായ സ്ത്രീക്ക് ആ ഒരു ആട്ടിൻകുട്ടിയെ ഓടിച്ചെന്ന് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്റെ ആ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു തരണമേ എന്ന് ആ ഒരു വയസ്സായ സ്ത്രീ പറയുന്നുണ്ട്. അത് കേട്ട ഡയാനയും ആ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് ആ ഒരു മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട്. എന്ന ആട്ടിൻകുട്ടിയെ വാങ്ങിയ മുത്തശ്ശി അവളെ ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു മുത്തശ്ശിയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ആ ഒരു മുത്തശ്ശി അപ്രതീക്ഷിതമായി പോയതുകൊണ്ട് തന്നെ ഡയാനക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് സോഫി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വന്ന് ഡയാനയെ പരിചയപ്പെടുന്നുണ്ട്. ഡയാന നേരത്തെ റൂമിൽ വെച്ച് കണ്ട ആ ഒരു പീറ്ററിന്റെ അമ്മയായിരുന്നു ഈ സോഫി. അവളിപ്പോ ഒരു സ്കൂട്ടി ഓടിച്ച് മലമുകളിലേക്ക് കയറുന്നതാണ് കാണിക്കുന്നത്. അവൾക്ക് ആ സമയം കഴിഞ്ഞ വർഷം തന്റെ ഭർത്താവിന്റെ കൂടെ ഇതേ മലമുകളില് വണ്ടി ഓടിച്ചതും വളരെ സന്തോഷമായി ഇരുന്നതെല്ലാം ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവർ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഹിഡൻ പ്ലേസുകളിലൊക്കെ ഒരു യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോ ഫെലിക്സ് ഡയാനയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതൊരു വലിയ മലമുകളാണ്. അവിടെ നടുവിലായി ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിനുള്ളിലായിട്ട് ഒരുപാട് പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. എന്തോ കർമ്മങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിട്ടാണ് ഡയാനക്ക് അത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഡയാനക്ക് അവിടെ നിൽക്കാനായിട്ട് പേടി തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഇങ്ങനെ, നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്തോ പൂജോ കർമ്മങ്ങളോ ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു എന്ന് ഫെലിക്സിനോട് പറയാണ്. എന്നാൽ ഇതെല്ലാം അവരുടെ ആചാരങ്ങളാണ്. ഓരോ നാട്ടില് ഓരോ ആചാരങ്ങള്. നമുക്ക് ഈ ഒരു വീടിന്റെ ടോപ്പിലേക്ക് പോയാൽ ഈ ഒരു ഗ്രാമവും കടലും ഒക്കെ കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞ് ഫെലിക്സ് ഡയാനയെ കൂട്ടിക്കൊണ്ട് ആ ഒരു വീടിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച അവര് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫിനിക്സ് ഒരു വലിയ രഹസ്യം ഡയാനയോട് തുറന്നു പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിപ്പ് പോയിട്ടുണ്ട്, പക്ഷെ ഈ നാട്ടിൽ നമ്മ വന്നതിന് ഒരു വലിയ കാരണമുണ്ട്. ഇത് എന്റെ നാടാണ്, ഞാൻ ജനിച്ച നാടാണ്, എന്റെ ഗ്രാമമാണ്. അത് കേട്ട ഡയാന ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിക്കുമ്പോ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാന്ന്, ആകെ ഇപ്പോ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, അവര് വേറെ ആരും അല്ലാന്നും പറഞ്ഞു ഫെലിക്സ് എന്തോ പറയാൻ പോകുന്ന സമയത്ത് ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാകുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ ഒറ്റക്ക് ആ ഒരു വീടിന്റെ മുകളിലായിട്ട് ഫെലിക്സിന്റെ ചിതാഭസ്മം എടുത്ത് അല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടേക്ക് നേരത്തെ കണ്ട ആ ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് വന്ന ആ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബ്ലാക്ക് ലേഡി, അവൾ അവിടേക്ക് വന്ന് ഡയാനയെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോവാണ്. ഇങ്ങനെ ഈ ഒരു മലമുകളിലൊന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, അവിടെ കർമ്മങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അല്ല നേരത്തെ എനിക്ക് ആ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു തന്നത്, എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണമെന്ന് പറഞ്ഞ് ആ ഒരു ബ്ലാക്ക് ലേഡി ഡയാനയെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വീടിനുള്ളിൽ വെച്ചിട്ട് അവള് നേരത്തെ പിടിച്ച ആ ഒരു ആട്ടിൻകുട്ടിയെ അവിടെ ഇട്ട് കൊന്നു കളയാണ്. ഇത് കണ്ട ഹീറോയിനാകെ ഷോക്കായി പോകുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. എപ്പോ വേണമെങ്കിലും അവസാനിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഉദാഹരണത്തിന് നിന്റെ ഭർത്താവിന് സംഭവിച്ച പോലെ, അയാൾ മരിച്ചതുപോലെ. ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് ലേഡി പറഞ്ഞു ഡയാന ആകെ ഷോക്ക് ആവുന്നുണ്ട്. എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നും ആ ഒരു ഭർത്താവ് മരിച്ചുപോയെന്നും എങ്ങനെ ഈ ഒരു ബ്ലാക്ക് ലേഡിക്ക് അറിയാമെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി അറിയാം. നിന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം കൊണ്ടാണ് നീ ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത്. നിന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദി ഈ ഒരു ഗ്രാമത്തിലാണ് ഉള്ളതെന്ന് നീ വിചാരിക്കുന്നു. അവരെ കണ്ടെത്താനായിട്ടാണ് നീ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മരിച്ചുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റുന്നെല്ലാം ആ ഒരു ലേഡി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടു നിന്നിരുന്ന ഡയാനക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയോണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവൾ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് പോയ ഡയാന സോപ്പിട്ട് അവളുടെ കൈയെല്ലാം നന്നായി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മുത്തശ്ശി വന്ന് അവളെ വിചിത്രമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി സമയത്ത് ഡയാന ഒരു ഡയറിയില് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റൂമിന്റെ ഡോർ തനിയെ ഓപ്പൺ ആവുന്നത് കാണിക്കുന്നുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ഡയാന ഫെലിക്സിന്റെ ആ ഒരു സംസാരം റെക്കോർഡറിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അവൾ ഒരു ഭാഗം മാത്രമാണ് കേൾക്കാറുള്ളത്. വെറുതെ മറച്ചിട്ട് കേൾക്കുമ്പോഴാണ് ഭർത്താവ് പറഞ്ഞ വേറൊരു കാര്യം അവൾ ഇതിനു മുന്നേ കേൾക്കാത്ത കാര്യം അവൾ കേൾക്കാൻ പോകുന്നത്. 80 വർഷമായാലും നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിക്കും, നമ്മളെ പിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ഈ ഒരു വോയിസ് നീ കേൾക്കുമ്പോൾ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും എന്നെല്ലാം ആയിരുന്നു ആ റെക്കോർഡിൽ ഉണ്ടായിരുന്നത്. ഇത് കേട്ട ഡയാനയും വല്ലാതെ കരയുന്നുണ്ട്. ഡയാനക്ക് അവൾ ആ താമസിക്കുന്ന ആ വീടിനെയും അവിടെ താമസിക്കുന്ന മുത്തശ്ശിയെയും കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് അവൾ ആ ഒരു മുത്തശ്ശിയുടെ റൂമിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു റൂമിൽ നോക്കിയപ്പോൾ അവൾക്ക് അവളുടെ ഭർത്താവിന്റെ ഒരു ഫോട്ടോ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവൾ ആകെ ഷോക്കായി നിൽക്കാണ്. ഒരു ഫോട്ടോ മാത്രമായിരുന്നില്ല, തന്റെ ഭർത്താവിന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഫോട്ടോയും യുവാവായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോയും ഒക്കെ മുത്തശ്ശിയുടെ കയ്യില് ഒക്കെ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഭർത്താവിന്റെ ഫോട്ടോ എല്ലാം എങ്ങനെ ആ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ വന്നു എന്ന് അവള് സംശയിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത്
സമയത്ത് ആ ഒരു മുത്തശ്ശി ആ റൂമിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഡയാന അവിടുത്തെ കതകിന്റെ മറവിലായിട്ട് ഒളിച്ചു നിൽക്കാണ്. മുത്തശ്ശി അവിടെ നിന്ന് പോയതും പെട്ടെന്ന് ഡയാന റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുന്ന സമയത്ത് മുത്തശ്ശി അവളെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. എന്തിനാണ് നീ എന്റെ റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അതിലൊട്ടിക്കാനായി ബാൻഡേജ് കിട്ടുമെന്ന് അറിയാനായിട്ട് വന്നതാണെന്നും പറയാണ്. മുത്തശ്ശി അങ്ങനെ അവൾക്ക് ബാൻഡേജ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഫെലിക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഡയാനയെ കൂട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് അവൻ പോകുന്നുണ്ട്. ആക്ച്വലി അവൻ അന്ന് ആ മലമുകളിൽ വെച്ച് അവന്റെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കുറിച്ച് പറയാനായിട്ട് പോയല്ലോ. അതിനെ കുറിച്ച് തുടരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹോട്ടലിലേക്ക് ഡയാനയെ അവൻ കൊണ്ടുവന്നത്. ഇപ്പൊ അവൾ താമസിക്കുന്ന ആ ഒരു ഹോം സ്റ്റേ പണ്ട് ഒരു ഹോട്ടലായിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്നിരുന്നത് ആ ഒരു മുത്തശ്ശിയും മുത്തശ്ശനും തന്നെയാണ്. അന്നത്തെ സമയത്ത് ആ ഒരു മുത്തശ്ശൻ ഭയങ്കര ആക്റ്റീവായി എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ഫുഡ് വിളമ്പി കൊടുക്കുന്നത്. ഇപ്പോഴാണ് അദ്ദേഹം വളരെ തളർന്നു പോയത്. ഡയാനയോട് ഫെലിക്സ് പറയാണ്, എന്റെ അച്ഛനും അമ്മയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എന്റെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഇതിലൊട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലണ്ടനിൽ സെറ്റിലായി. പിന്നീട് ഞാൻ ജനിച്ചു. അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു മുത്തശ്ശനും ഉണ്ട് എന്ന് അവർ പറയുന്നത്. ഞാനിപ്പോ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അവര് വേറെ ആരുമല്ല, ഈ ഒരു ഹോട്ടൽ നടത്തുന്ന ആ ഒരു മുത്തശ്ശനും തന്നെ ആയിരുന്നു. പക്ഷെ അവരോട് ഒരിക്കലും ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിയാണെന്ന് അവൻ പരിചയപ്പെടുത്തില്ല എന്ന് ഫെലിക്സ് പറയുന്നുണ്ട്. അതിൽ അവൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെ ദൂരത്ത് നിന്ന് കാണണം, ആരും അറിയാതെ തിരിച്ചു പോകണം, അതായിരുന്നു അവന്റെ ലക്ഷ്യം. പക്ഷെ ആക്ച്വലി ആ ഒരു ഗ്രാമത്തില് ഈ മുത്തശ്ശനെയും കാണാൻ വന്ന സമയത്താണ് ദുരൂഹമായ ഒരു സാഹചര്യത്തില് ഫെലിക്സ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് ഡയാന വന്നിരിക്കുന്നത്. ഡയാന ആ ഒരു വീടിന്റെ പുറത്തുള്ള ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് സോഫി അവൾക്ക് കോഫി നൽകുന്നുണ്ട്. ആ ഒരു ടേബിളിലായിട്ട് ഒരു കണ്ണിന്റെ ചിത്രമുള്ള പെൻഡന്റ് അവൾ ശ്രദ്ധിക്കുക. അത് എന്താണെന്ന് ഡയാന സോഫിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സോഫി പറയാണ്, അത് ഈ ഒരു നാട്ടിലെ ഒരു വലിയ വിശ്വാസമാണ്. അതിന് വലിയ ശക്തി ഉണ്ടെന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത്. മരിച്ചുപോയ ആൾക്കാരെ ജീവനോടെ കൊണ്ടുവരാൻ പോലും അതിന് ശക്തിയുണ്ട്. ഈ നാടിന് നല്ലത് മാത്രമേ ഈ ഒരു പെൻഡന്റ് വരുത്തുള്ളൂ. ചീത്ത കാര്യങ്ങളിൽ നിന്ന് ഇത് മാറ്റി നിർത്തുമെന്നെല്ലാം സോഫിയ പറയാണ്. എന്നാൽ സോഫിയ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊന്നും ഡയാന വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവിടേക്ക് വന്ന പീറ്റർ ഡയാനയോട്, നിങ്ങൾക്ക് ഒട്ടും ഇതൊന്നും വിശ്വാസം വരുന്നില്ലേ? അല്ലെ ജീവൻ തന്നെ സംരക്ഷിക്കുന്നത് ഈ ഒരു കണ്ണാണെന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ട ഡയാനയും, എന്ത്, നിന്നെ രക്ഷിച്ചത് ഈ ഒരു കണ്ണാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവന്റെ അമ്മയായിട്ടുള്ള സോഫിയ പീറ്ററിനോട് ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടുകൂടി അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇവരെല്ലാവരും എന്തോ ഒരു രഹസ്യം അവളോട് മറച്ചു വെക്കുന്നുണ്ടെന്ന് ഡയാനക്ക് മനസ്സിലാവാണ്. പിറ്റേ ദിവസം ആ ഒരു ഗ്രാമത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് സോഫി ഡയാനയോട് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. രാത്രി ചെന്ന് കടന്ന് ഡയാന ഒരുപാട് കരയുന്നേ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഡയാന ആ ഒരു സ്കൂട്ടി എടുത്ത് ബ്ലാക്ക് ലേഡിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ആ ഡെവിൾ ഐയെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നും എങ്ങനെയാണ് ജീവനോടെ മരിച്ച ഒരാളെ കൊണ്ടുവരുന്നത് എന്നും അവൾ ആ ബ്ലാക്ക് ലേഡിയോട് ചോദിക്കുകയാണ്. ആ ഒരു ബ്ലാക്ക് ലേഡി ആ സമയത്ത് ഡയാനയുടെ കയ്യിലായിട്ട് ഒരു മുട്ട കൊടുത്തിട്ട് അവളോട് അത് പൊട്ടിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഡയാനയും അത് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു മുട്ട മുഴുവനായി ഒരു വെള്ളത്തിലേക്ക് കലർത്താണ്. ഇത് തന്നെ കൊണ്ടിരുന്ന ആ ഒരു ബ്ലാക്ക് ലേഡി അതിലേക്ക് നോക്കിയതിനു ശേഷം, നിനക്ക് നിന്റെ ഭർത്താവിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ ഒരാളെ കൊല്ലണമെന്ന് പറയാണ്. ഇത് കേട്ട് അവളും, വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ, എനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഫെലിക്സ് വെള്ളത്തിൽ മുങ്ങുന്നത് ഡയാന അവളുടെ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. ഡയാന പോകുന്ന വഴിക്ക് ആ ഒരു ബ്ലാക്ക് ലേഡിയുടെ കയ്യിലുണ്ടായിരുന്ന മുട്ടയിട്ട് വെച്ച ആ ഒരു ഗ്ലാസ് നിലത്ത് വീഴുന്നുണ്ട്. അതോടുകൂടി ഫെലിക്സ് വെള്ളത്തിൽ മുങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. ഡയാന തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ കാർ ഇടിച്ചുകൊണ്ട് അതിന് ചുറ്റുണ്ടായിരുന്ന ആൾക്കാര് തല്ല് പിടിക്കുന്നതൊക്കെ കാണാണ്. അവിടെ നിന്ന് നടക്കുന്ന സമയത്ത് ഒരു വെള്ളത്തുണി കൊണ്ട് മറച്ച ഒരു സ്ഥലത്ത് വെച്ചിട്ട് പീറ്ററിന്റെ അമ്മയായിട്ടുള്ള സോഫിയും വേറൊരു പയ്യനും കൂടി റൊമാൻസ് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ അത് നോക്കി നിൽക്കുന്നുണ്ട്. ഡയാന എല്ലാം കണ്ടു എന്നുള്ള കാര്യം സോഫി അറിയുന്നുണ്ട്. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാണ്. ആ സമയത്ത് അവളുടെ സ്കൂട്ടിയുടെ മിററിന്റെ മുകളിലായിട്ട് ആരോ ആ ഒരു ഡബിൾ ആയി വരച്ചു വെച്ചിരിക്കുന്നത് കാണാണ്. ഡയാന കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവളുടെ റൂമിന്റെ ഡോറ് തനിയെ ഓപ്പൺ ആവുന്നുണ്ട്. ഡയാനക്ക് അവളുടെ മേലെ എല്ലാം വെള്ളം തട്ടുമ്പോഴെല്ലാം ഈ ഫെലിക്സിന്റെ ഓർമ്മ വരെയും അവൾക്ക് പേടി തോന്നുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു അമ്മൂമ്മ അവൾക്ക് ആവശ്യമായ ടർക്കി റൂമിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകാണ്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകാണ്. ഫെലിക്സ് അന്ന് ഈ ഒരു റൂമിൽ താമസിക്കുന്ന സമയത്ത് മറ്റൊരു റൂമിൽ നിന്ന് സംസാരം എല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കായിരുന്നു. പിന്നീട് അവരവിടെ റൊമാൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റൂമിലും ഡയാന ഡെവിളായി കാണുന്നുണ്ട്. അതെല്ലാം ആലോചിച്ച് ഡയാന ഇപ്പൊ ആ ഒരു റൂമിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാന വീണ്ടും ആ ഒരു മലമുകളില് വീടിനകത്തേക്ക് പോയിട്ട് ഫെലിക്സിന്റെ ചിതാഭസ്മം എടുത്ത് അവര് നിന്നോട് എന്താണ് ചെയ്തതെന്ന് ആ ഒരു ഭസ്മത്തെ നോക്കി ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോ സോഫി പറഞ്ഞ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി അവൾ പോകാണ്. അവിടെ ആ ഒരു കൊച്ചു പയ്യൻ പീറ്റർ വരുന്നുണ്ടായിരുന്നു. ഡയാന ഒരു ഫോറിനർ ആയതുകൊണ്ട് തന്നെ അവൾ
അവൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് സോഫിയുടെ ആ ഒരു ലവർ ഉണ്ടല്ലോ, നേരത്തെ റൊമാൻസ് ചെയ്തോണ്ടിരുന്ന ആള് പറയുന്നുണ്ട്. പക്ഷെ പീറ്റർ വന്നിട്ടാണ് സോഫിക്കുള്ള ഫുഡും കൂടി വാങ്ങി കൊടുക്കുന്നത്. അവിടെ വെച്ചിട്ട് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ പീറ്റർ നന്നായി തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുന്ന ഡയാനയോട് അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ പറയാണ്, കഴിഞ്ഞ വർഷം വരെ ആ ഒരു കുട്ടിക്ക് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു, ഇപ്പൊ അവൻ എത്ര നന്നായിട്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് കേട്ട് ഡയാന ആകെ ഷോക്ക് ആവാണ്. കഴിഞ്ഞ വർഷം എക്സൈറ്റ് ആയിട്ട് എപ്പോഴാണ് പീറ്റർ നടന്നു തുടങ്ങിയതെന്ന് ഡയാന അന്വേഷിക്കുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് അവൻ നടന്നു തുടങ്ങിയതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സെയിം ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് അവളുടെ ഭർത്താവായിട്ടുള്ള ഫെലിക്സ് മരിച്ചത്. ഇത് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കാണ്. എന്തോ മനസ്സിലാക്കിയ ഡയാനയും ഭയങ്കര ദേഷ്യത്തോടുകൂടി ആ ഒരു ബ്ലാക്ക് ലേഡിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് ഡയാന ചോദിക്കാണ്, നീയാണ് അവർക്ക് എന്റെ ഭർത്താവിനെ കൊല്ലാനായി സഹായിച്ചത്. പക്ഷെ ആ ഒരു ലേഡി പറയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരാണ് ഇതെല്ലാം ചെയ്തത്. ഒരു ചെറിയ പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ അവര് കരുവാക്കി മാറ്റിയത്. പക്ഷെ നിന്റെ ഭർത്താവിനെ ജീവനോടെ കൊണ്ടുവരാനായിട്ട് നീ ഒരാളെ കൊന്നാ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ബ്ലാക്ക് ലേഡി പറയുന്നുണ്ട്. ദേഷ്യം മനസ്സിൽ നല്ലോണമുള്ള ഡയാന അതിനെ സമ്മതിക്കുകയാണ്. ആ ബ്ലാക്ക് ലേഡി എന്തോ ഓയിൽ പോലത്തെ സാധനം എടുത്ത് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഡയാനയുടെ നെറ്റിയിലും ചെവിയിലുമായി അത് തേച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് ഫെലിക്സ് മരിച്ചതെന്ന് ആ ഒരു ബ്ലാക്ക് ലേഡിയുടെ കണ്ണിലൂടെ ഡയാന കാണുന്നുണ്ട്. ആ വെള്ളത്തില് ഫെലിക്സ് മുങ്ങിപ്പോകുന്നതെല്ലാം അവള് കാണാണ്. ഡയാന അത് കണ്ട് കരയാനായിട്ട് തുടങ്ങാണ്. ആ കണ്ണീര് ആ ബ്ലാക്ക് ലേഡി ഒരു ഗ്ലാസ്സിലായി എടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കറുപ്പായി മാറുമ്പോൾ അത് ഡയാനയോട് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ ഡയാന ഒരാളെ കൊല്ലണം, എന്നാൽ മാത്രമേ അവളുടെ ഭർത്താവായിട്ടുള്ള ഫെലിക്സിനെ അവൾക്ക് ജീവനോടെ കിട്ടുകയുള്ളൂ. ഇതെല്ലാം ഈ ഒരു ഡബിൾ ഐന്റെ പവർ ആണെന്നാണ് ആ ഒരു ബ്ലാക്ക് ലേഡി പറയുന്നത്. ഡയാന നേരെ സ്കൂൾ വിട്ട് വരുന്ന പീറ്ററിന്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ ബൈക്കിലായി അവനെ കയറ്റിക്കൊണ്ട് ആ ഒരു ചെറിയ വീടിനടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു വീടിന്റെ മുകളിൽ കയറിയതിനു ശേഷം അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബ്ലാക്ക് ലേഡിയെ നീ കാണാൻ പോയിട്ടുണ്ടോന്ന് ഡയാന പീറ്ററിനോട് ചോദിക്കാണ്. അവനൊരു പാവം കുട്ടിയല്ലേ, അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടെന്ന് പറയാണ്. ഡയാനയുടെ ഒരു ഫോട്ടോ എങ്ങനെയോ പീറ്ററിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ ഒരു വീടിന്റെ മുകളിൽ വെച്ച് തന്നെ ഡയാന പീറ്ററിനോട് ഡാൻസ് കളിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവനോട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ മുകളിലായതുകൊണ്ട് തന്നെ അവന്റെ കാല് സ്ലിപ്പായി അവൻ താഴേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ചെറിയ പരിക്കുകളോടുകൂടി ഡയാന പീറ്ററിനെ രക്ഷിക്കുന്നുണ്ട്. അവനെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു ഡയാനയുടെ ഉദ്ദേശം. എങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവൾക്ക് മനസ്സ് വന്നിരുന്നില്ല. പീറ്ററിന്റെ അമ്മ സോഫിക്ക് ഡയാനയോട് ദേഷ്യം തോന്നാണ്. ഇനി അവളുടെ കൂടെ പോകണ്ടെന്ന് പീറ്ററിനോട് പറയാണ്. അല്ല പീറ്റർ അപ്പോൾ ഡയാനയാണ് എന്നെ രക്ഷിച്ചതെന്നും അവളെ ചീത്ത പറയണ്ടെന്നുമാണ് പറയുന്നത്. ഒരു ദിവസം ഡയാന താമസിക്കുന്ന ആ ഒരു വീട് നന്നായി തന്നെ ചോരുന്നുണ്ടായിരുന്നു. മുഴുവൻ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് അവള് വിചാരിക്കുന്നത് അവൾക്ക് എപ്പോഴും വെള്ളം വരുന്നത് പോലെ എല്ലാം തോന്നാറുണ്ടായിരുന്നല്ലോ, ആ ഒരു തോന്നലാണെന്നാണ്. പക്ഷെ ആക്ച്വലി അവിടെ ശരിക്കും വെള്ളം വരുന്നുണ്ടായിരുന്നു. ആ ഒരു വെള്ളം വീണ് ഡയാന കേൾക്കാറുള്ള ആ ഒരു ടാപ്പ് റെക്കോർഡറിലെ വെള്ളമായി അത് നശിച്ചു പോകുന്നുണ്ട്. ആ ഒരു അമ്മൂമ്മ വെള്ളം ഉപ്പിയെടുക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ആവുന്നത് കാണുന്നില്ല. ഡയാന ഇപ്പൊ ഭ്രാന്തിയെ പോലെ ആ ഒരു ടാപ്പ് റെക്കോർഡർ നന്നാക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിൽ പീറ്ററിന്റെ ഓർമ്മക്കായി ആകുള്ളത് അത് മാത്രമായിരുന്നു. ആ ഒരു ടാപ്പ് റെക്കോർഡർ നശിച്ചു പോയ സങ്കടത്തിൽ ഡയാന ഒരുപാട് തന്നെ കരയുന്നുണ്ട്. അവൾ ആ ഒരു അമ്മൂമ്മയെ കൊല്ലാനായി അവൾക്ക് കുടിക്കാനെടുത്ത ചായയില് എന്തോ ഒരു മരുന്ന് പൊടിച്ച് കലർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയം അമ്മൂമ്മ ആ ഒരു ചായ കുടിക്കാതെ മുത്തശ്ശന് വേണമെന്ന് പറഞ്ഞതും ആ ചായ നേരെ ആ ഒരു അപ്പൂപ്പന് കൊടുക്കുന്നുണ്ട്. ആ ഒരു അപ്പൂപ്പനെ കൊല്ലാൻ ഡയാനക്ക് എന്തോ പാവം തോന്നിയതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ചായ വാങ്ങി വാഷ് ബേസിനിൽ കൊണ്ടുപോയി കൊട്ടിക്കളയാണ്. ഇപ്പൊ എങ്ങനെയാണ് ശരിക്കും ഫെലിക്സ് മരിച്ചതെന്നാണ് കാണിക്കുന്നത്. അവരുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഹോം സ്റ്റേ ആയിട്ട് നിന്നിരുന്ന ഈ വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ പോകുന്നത് ഒരു കടൽ തീരത്തേക്കാണ്. ഡയാന ആ ഒരു കരയിൽ കിടക്കുന്ന സമയം ഫെലിക്സ് കുളിക്കാനായി കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഡയാന ഒന്നും മയങ്ങി പോകുന്നുണ്ട്. പിന്നീട് എണീറ്റ് നോക്കുമ്പോൾ ഫെലിക്സിനെ കാണാനില്ല. അവൻ ആ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിച്ച് ഡയാന ഒന്നുകൂടി ആ ഒരു ടാപ്പ് റെക്കോർഡർ ശരിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഡയാന ആ ഒരു മുത്തശ്ശന്റെ അടുത്ത് പോയതിനു ശേഷം അയാളുടെ ഒരു പഴയ ഫോട്ടോ എടുത്ത് കൊടുത്തതിന് ശേഷം ഇത് എന്റെ ഭർത്താവിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. മീൻ പിടിക്കാനായിട്ട് കപ്പലിൽ പോകുന്ന ആ ഒരു മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് ഡയാന അവളും കൂടി ഉണ്ടെന്ന് പറയാണ്. ആ സമയത്ത് പീറ്ററും കൂടെ വരുന്നുണ്ടെന്ന് പറയാണ്. ആ ഒരു മുത്തശ്ശി കാലാവസ്ഥ ശരിയല്ലാന്നും പറഞ്ഞ് പീറ്ററിനെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കടലിന്റെ നടുഭാഗത്തെത്തുന്നുണ്ട്. ആ ഒരു മുത്തശ്ശിയോട് ഡയാന എന്തിനാണ് എന്റെ ഭർത്താവിനെ കൊന്നതെന്ന് ചോദിക്കാണ്. പീറ്ററിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ നമ്മളെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മുത്തശ്ശി നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണെന്നും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും പറയാണ്. ആ ഒരു സമയത്ത് ആ ഒരു കപ്പലിൽ തന്നെ ഒളിച്ചിരുന്നിരുന്ന പീറ്റർ ഇറങ്ങി വരുന്നുണ്ട്. ആക്ച്വലി ആ ഒരു അമ്മൂമ്മ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പീറ്റർ അവിടെ കയറി ഒളിച്ചിരുന്നേക്കാണ്. കടലിൽ വന്നതിന് ശേഷമാണ് അവൻ പുറത്തു വന്നത്. ഇപ്പൊ പീറ്ററിനോട് വേറൊരു ഭാഗത്തേക്ക് ചെന്ന് മീൻ പിടിക്കാനായി അമ്മൂമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അവനും അവിടെ പോയി മീൻ പിടിക്കുന്ന സമയത്ത് ഡയാന ഈ അമ്മൂമ്മയും തമ്മിൽ കയ്യാറ്റുണ്ടാവാണ്. ആ ഒരു അമ്മൂമ്മ ഇപ്പോഴും ഫെലിക്സിനെ കൊന്നത് ഞാനാണെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ തല്ലുപിടിക്കുന്നതിന്റെ ഇടയിൽ പീറ്റർ അവിടേക്ക് വരുന്നുണ്ട്. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് പീറ്ററിന് പോലും അറിയുന്നില്ല. കാരണം അവര് രണ്ടുപേരെയും പീറ്ററിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരോട് രണ്ടുപേരോടും തല്ല് നിർത്താനായി അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തല്ലിന്റെ ഇടയിൽ ആ ഒരു അമ്മൂമ്മ ഡയാനയെ പിടിച്ച് ഉന്തിയതും നേരെ ബാക്കിലുണ്ടായിരുന്ന പീറ്റർ വെള്ളത്തിലേക്ക് പോകാം. ഡയാന വേഗം തന്നെ എടുത്ത് ചാടി പീറ്ററിനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവര് കരയിലേക്ക് എത്താണ്. ഇവിടെ നിന്ന് ദേഷ്യം വന്ന ഡയാന നേരെ ആ ഒരു ബ്ലാക്ക് ലേഡിയെ കാണാനായിട്ടാണ് പോകുന്നത്.
കാരണം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് മരിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്ന്. തന്റെ ഭർത്താവിന്റെ ജീവൻ വെച്ചിട്ടാണ് പീറ്ററിന് ജീവൻ കിട്ടിയത്. ഇനി പീറ്ററിന്റെ ജീവൻ എടുത്തോണ്ട് തന്റെ ഭർത്താവ് തിരിച്ചു വരില്ല എന്നും അഥവാ വന്നാൽ തന്നെ അത് വേറൊരു മനുഷ്യനായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് ലേഡി അവളുടെ മൈൻഡിനെ ആകെ ബ്ലാങ്ക് ആക്കിയതുകൊണ്ട് നീ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ് ഒരു ഇരുമ്പെടുത്ത ബ്ലാക്ക് ലേഡിയെ ഡയാന കുത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു കുത്തേൽക്കുന്നത് ഡയാനക്ക് തന്നെയാണ്. ആക്ച്വലി അങ്ങനെ ഒരു ബ്ലാക്ക് ലേഡി തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ സങ്കല്പങ്ങളും മാത്രമായിരുന്നു. ഇവള് മനസ്സിൽ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് ഇതെല്ലാം. പെട്ടെന്നുണ്ടായിരുന്ന തന്റെ ഭർത്താവിന്റെ മരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇവൾ ഉണ്ടാക്കിയതാണ് ഈ എവളയും ഈ ബ്ലാക്ക് ലേഡിയും ഇവിടെ നടക്കുന്ന കർമ്മങ്ങളൊക്കെ. അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ അവളെ മൈൻഡിൽ അവള് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു ഡിപ്രഷനിലും തന്റെ ഭർത്താവ് പോയതിന്റെ ആ ഒരു സങ്കടത്തിലൊക്കെ ഇപ്പൊ ആ ഒരു അമ്മൂമ്മയും സോഫിയും കൂടി ഡയാനയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പീറ്റർ ഡയാനയെ കാണാനായിട്ട് വരുന്നുണ്ട്. പീറ്ററിനെ കണ്ട ഡയാന ആകെ സന്തോഷിക്കുകയാണ്, അവനക്കൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ റിയാലിറ്റി അവള് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം തന്റെ ചിന്തകൾ മാത്രമായിരുന്നു എന്ന് അവള് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടം